everyone, welcome back to a new video. Interview series part 3. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ എങ്ങനെ ടോക്ക് അബൌട്ട് വൈ യു നീഡ് ദിസ് ജോബ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളത്. പ്രീവിയസ് വീഡിയോയിൽ ബീയിങ് എ ഫ്രഷർ നിങ്ങൾക്ക് എങ്ങനെ ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം നോർമൽ ആൻഡ് പ്രൊഫഷണൽ വേ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഡു ചെക്ക് ദാറ്റ് വീഡിയോ. സോ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണ്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, എന്നിട്ടും അവർ ചോദിക്കും എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ ഓൾറെഡി ഒരു ജോബ് ചെയ്തിരുന്നു അല്ലെങ്കിൽ ചെയ്യുകയാണ്, ദെൻ വൈ യു നീഡ് ദിസ് ജോബ് എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? ഒരു നോർമൽ രീതിയിൽ നമുക്ക് പറയാം, ഞാൻ എൻ്റെ ജോലിയായിട്ട് ഹാപ്പിയാണ്, ഐ എം ക്വൈറ്റ് ഹാപ്പി വിത്ത് മൈ കറന്റ് ജോബ്, ബട്ട് ഐ എം ലുക്കിംഗ് ഫോർ മോർ പ്രൊഡക്റ്റീവ് റോൾസ്. പക്ഷേ അതിലും നല്ല ബെറ്റർ ജോബ് റോൾസ് അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റോൾസ് ഞാൻ നോക്കാൻ ആഗ്രഹിക്കുന്നു. ദാറ്റ് സ്യൂട്ട് മൈ സ്കിൽസ് ആൻഡ് എബിലിറ്റി ടു ഗ്രോ ഫർദർ. അതാണ് പോയിന്റ്. എപ്പോഴും നമ്മുടെ സ്കിൽ ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ആ കമ്പനിയെ നമ്മൾ സീക്ക് ചെയ്യുന്നു. ഇൻഡയറക്ട്ലി നമ്മൾ പറയുന്നതാണ് ആ കമ്പനിക്ക് അത്യാവശ്യം പ്രൊഫഷണൽ ബേസിസിൽ ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മീൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യണം നമ്മുടെ ആൻസേഴ്സിന്. സോ യു ക്യാൻ സേ ഐ എം ലുക്കിംഗ് ഫോർ മോർ പ്രൊഡക്റ്റീവ് റോൾ ദാറ്റ് സ്യൂട്ട് മൈ സ്കിൽസ് ആൻഡ് എബിലിറ്റി ടു ഗ്രോ ഫർദർ. പിന്നെ നമുക്ക് നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത രീതിയിൽ പറയാം, ഐ എം എ ക്വിക്ക് ലേണർ, പെട്ടെന്ന് തന്നെ പഠിക്കുന്ന ഒരാളാണ്, ആൻഡ് റെഡി ടു ടേക്ക് എനി ന്യൂ ചാലഞ്ചസ് റിക്വയർഡ് ടു പെർഫോം ബെറ്റർ. നമ്മൾ ഏത് ചാലഞ്ചസും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നത് നമ്മൾ തന്നെ ആൻസറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അവിടെ പറയേണ്ടത്. സോ ഐ ഹോപ്പ് ദിസ് ഈസ് ഓക്കെ ഫോർ യു. പക്ഷേ നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ്, സോ ഒരു പ്രൊഫഷണൽ വേയിൽ ഇതേ കോണ്ടന്റ് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? Though I appreciate my current position, I am exploring opportunities that offer greater productivity and align better with my expertise, enabling me to develop further. I possess a strong aptitude for learning quickly and embrace new challenges. നമ്മൾ പറഞ്ഞ ഇതേ കാര്യം തന്നെയാണ് ഒരു പ്രൊഫഷണൽ വേയിൽ നമ്മൾ അതിനെ പ്രസന്റ് ചെയ്യുന്നത്. ഞാൻ അഗെയിൻ പറയുന്നു, പ്രസന്റേഷൻ ബെറ്റർ ആകുമ്പോൾ ചാൻസ് ഓഫ് അക്സെപ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. So I hope this is helpful for you. Definitely use these answers to answer when they ask why you need this job. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ടിപ്പായിട്ട് പറയാം. ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞു ഒരു 5 മിനിറ്റ് മുന്നേ എങ്കിലും നിങ്ങൾ ഇൻ്റർവ്യൂവിൽ എത്തണമെന്ന് പറഞ്ഞിരുന്നു. സോ അങ്ങനെ എത്തിയാൽ തന്നെ ചിലപ്പോൾ അവിടെ നമുക്ക് മുന്നേ എത്തിയ ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഡെഫിനറ്റ്ലി റിസപ്ഷനിസ്റ്റ് നമ്മളോട് പറയും പ്ലീസ് വെയിറ്റ്, ഞങ്ങൾ വിളിക്കാം എന്ന് പറയും. ചിലപ്പോൾ റെസ്യൂം പേപ്പർ കൊടുക്കാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. എങ്ങനെയാണെങ്കിലും വെയിറ്റ് ചെയ്ത് ഇരിക്കുമ്പോൾ പ്ലീസ് ഡോണ്ട് ടോക്ക് വിത്ത് അതർ പേഴ്സൺ അൺനെസസറിലി. ചിലപ്പോൾ അവർ നിങ്ങൾ എവിടെന്നാ, പേരെന്താ ചോദിക്കാം, അങ്ങോട്ട് പോയി ചോദിക്കേണ്ട. ഒരു കമ്മ്യൂണിക്കേഷൻ ബോണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അവരും ആരോ ആണ്, സ്ട്രേഞ്ചറാണ്, നിങ്ങളും ഒരു സ്ട്രേഞ്ചറാണ്. അങ്ങനെ സംസാരിക്കുന്നത് ആക്ച്വലി നിങ്ങൾക്കൊരു മൈനസ് പോയിന്റ് ആണ്. നിങ്ങൾ വിചാരിക്കും അതൊരു വെയിറ്റിംഗ് ടൈം അല്ലേ? നോ, അതൊരു ഒബ്സർവിങ് ടൈമാണ്. ശരിക്കും നിങ്ങൾ അവിടെ നിന്ന് ഒബ്സർവ് ചെയ്യാൻ ആളുകളുണ്ട്, അറ്റ്ലീസ്റ്റ് റിസപ്ഷനിസ്റ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റാഫോ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അൺനെസസറി ടോക്സ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ടൈം കിട്ടുമ്പോൾ വേഗം പോയി സംസാരിക്കാൻ റെഡി ആയിട്ടുള്ള ഒരാളാണെന്ന് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യും. ഇറ്റ്സ് എ നെഗറ്റീവ്. സോ കീപ് ദ കമ്പോസ്റ്റർ. നിങ്ങൾ കാമായിട്ട് ഇരിക്കുക. നിങ്ങളുടെ റെസ്യൂം തന്നെ വായിച്ചോളൂ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് തന്നെ ഒന്നും കൂടി നോക്കിക്കോളൂ. സോ നിങ്ങളുടെ ടാസ്കിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആണെന്നുള്ളത് അവർക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് നിങ്ങൾ വാലുവേറ്റ് ചെയ്യാൻ സഹായിക്കും. ഐ ഹോപ്പ് ദിസ് ഇസ് ഹെൽപ്ഫുൾ ഫോർ യു. സോ ഈ ഒബ്സർവേഷൻ പീരീഡ് നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ തന്നെ നമ്മൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനും ബെസ്റ്റ് വേർഷൻ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. കീപ് ലേണിംഗ്, കീപ് സ്മൈലിംഗ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.